ഡിത്രോൺ ചെയ്യാനുള്ള സെറ്റപ്പിലുണ്ട്. കാരണം അപ്പം അങ്ങനെയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആ ഒരു ഇത് മ്യൂസിക് വൈസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വൈസ് നേരെ ബ്ലാക്ക് പിങ്കിന് പോകും. അത് പൊളിയായിരുന്നു, പൊളി ട്രാക്ക് ആയിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ബ്രാൻഡ് ന്യൂ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. സോ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്നത് 70% ഓൾമോസ്റ്റ് 70% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ എന്തിനാ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് 70% ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തിന് വെയിറ്റ് ചെയ്യുന്നു? താഴെ തന്നെ കാണാൻ റെഡ് ബട്ടൺ നിൽക്കുക, ബെല്ലൈക്കന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫർദർ വീഡിയോസും കിട്ടുന്നതാണ്. സോ what are you waiting for? So back to the reactions. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്ലാക്ക് പിങ്കിന്റെ ആസ് ഇഫ് ഇറ്റ് ലാസ്റ്റ് റിയാക്ഷൻ ആണ്. സോ അത്യാവശ്യം കുറെ പേര് താഴെ കമന്റ് ചെയ്ത ഒരു സോങ് ആണ് ആസ് ഇഫ് ഇറ്റ് ലാസ്റ്റ് ചെയ്യണമെന്ന്. കാരണം എനിക്കൊന്ന് ബ്ലാക്ക് പിങ്കിന്റെ പ്രാക്ടീസ് വീഡിയോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പ്രാക്ടീസ് വീഡിയോനെ കാട്ടി മുമ്പ് ഞാൻ ഇത് ചെയ്യാൻ ഓർത്തു, കാരണം മ്യൂസിക് വീഡിയോ. കാരണം ഈ പാട്ട് ഇതുവരെയും കേട്ടിട്ടില്ല. സോ പ്രാക്ടീസ് വീഡിയോ ചെയ്യുന്ന മ്യൂസിക് വീഡിയോ ചെയ്താൽ പോരെയൊന്നും ഓർത്തിട്ടാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇത് 1 ബില്യൺ വ്യൂസ് അടിച്ചിട്ടുണ്ട്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് എന്തായാലും ഞാൻ അധികം ഡിലേ ഇല്ല, നേരെ സാധാരണ കേൾക്കുന്ന ബ്ലാക്ക് പിങ്ക് സോങ്സ് കടിച്ചും കൂടി വ്യത്യാസമുണ്ട് തോന്നി. കാരണം സാധാരണ നമ്മൾ കേൾക്കുന്ന ബ്ലാക്ക് പിങ്ക് എന്ന് പറയുന്നത് അത് ഞാൻ സാധാരണ പൊതുവെ ഇപ്പൊ കേട്ട് വന്ന ട്രെൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു EDM എലമെന്റ് ഭയങ്കരമായിട്ടുള്ള സോങ്സ് ആണ് സാധാരണ. എനിക്കൊന്നും ഇപ്പം മെയിൻ ഹുക്കിലോട്ടാണ് വന്നെന്ന് തോന്നുന്നു. മെയിൻ ഹുക്കിലോട്ട് വരുമ്പോഴാണെങ്കിലും സാധാരണ EDM എലമെന്റ്, അതായത് ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്, അറിയാത്തവർക്ക് പറഞ്ഞു തന്നെ. സോ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് എന്ന എലമെന്റ് ശരിക്കുള്ള ഇവരുടെ സോങ്സിൽ. സോ എനിക്കൊന്ന് ഇതിലിപ്പം നമുക്ക് ആ ഇലക്ട്രോണിക് EDM ഇച്ചിരി കുറവായിട്ട് തോന്നി. രസമുണ്ടായിരിക്കും ഒബ്വിയസ്ലി. പിന്നെ അറിയാലോ റോസയുടെ ഇപ്പം ഹുക്കിലോട്ട് വന്നപ്പോൾ റോസയുടെ ഫ്ലോ സ്മൂത്ത് ആയിട്ട് വന്നു, നൈസ് ആയിട്ട്. സോ നമുക്ക് എന്തായാലും ബാക്കി കാണാം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലിസയുടെ സോളോ ഡെബ്യൂ ഈ മാസം ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ഓഗസ്റ്റിൽ ഇറങ്ങുന്ന കേട്ടത്, എനിക്ക് അറിയത്തില്ല. പിന്നെ DJ സ്നേക്ക് ആയിട്ട് സോങ് ഉണ്ടെന്ന് കേട്ടു. എല്ലാം എനിക്ക് അറിയത്തില്ല ഉള്ളതാണോ ഒന്നും, പക്ഷെ എക്സാക്റ്റ് ആണ്. നമ്മുടെ ലിസ എനിക്കറിയാം, വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് ലിസ. എനിക്ക് ഇതിൻ്റെ അത് ഫേവറേറ്റ്സ് എന്ന് പറയാൻ ആരുമില്ല, കാരണം എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ജെനി, ജിസു, ലിസ, റോസ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഓരോ സമയത്ത് നമുക്ക് ഓരോ എന്താ പറയാ ബയസ് എന്നല്ലാരും പറയുന്നത്, അങ്ങനെ ബയസ് അല്ലെങ്കിൽ ഓരോ ക്രഷ് തോന്നും നമുക്ക് അതിനകത്ത്. പിന്നെ എനിക്കറിയില്ല ലിസ എനിക്കൊന്ന് കൂട്ടത്തിൽ ഇച്ചിരി കൂടെ ഞാൻ പറയാം ഇച്ചിരി കൂടെ ഗുഡ് ലുക്കിംഗ് എന്ന് പറയാൻ പറ്റുന്നത് ഇച്ചിരി കൈൻഡ് ഓഫ് ഹോട്ട് ആയിട്ട് വന്നാലോ മേ ബി. നമുക്ക് എന്തായാലും ബാക്കിയാണ്. Come on, run it back. Come on.
പക്ക എന്ന് പറയുന്നത് ക്ലബ് ഹീറ്റ് എന്ന് പറയുന്നത് ക്ലബ് ഹീറ്റ്, അതായത് ക്ലബിലൊക്കെ പ്ലേ ചെയ്യാൻ പറ്റിയ സോങ് ആണ്. അത് ഫസ്റ്റ് ടൈം പാട്ട് തുടങ്ങിയപ്പോൾ എക്സാക്ട്ലി പറയാമല്ലോ, എനിക്ക് അത്ര എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ കേട്ട ബ്ലാക്ക് പിങ്ക് എനിക്ക് അത്ര ഉണ്ടായില്ല. പക്ഷെ പാട്ട് കേട്ട് എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ്, ഫസ്റ്റ് ഹാഫിന്റെ ആ മെയിൻ ഹുക്കിന് മുമ്പ് റോഷ വരുന്ന അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് സ്ട്രേറ്റ് ബാക്ക് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ മേലെ റോസയും വന്നതിന് ശേഷം ലിസയുടെ റാപ്പും പിന്നെ ജിസു ജെനി എല്ലാവരും കൂടെ വന്ന് വേറെ ലെവലാട്ടോ, പൊളി. ശരിക്കും നമുക്ക് പക്ക ഒരു ക്ലബ് ബാങ്കർ എന്ന് പറയാൻ വേണമെങ്കിൽ. ഞാൻ പറയാം, നമ്മൾ സാധാരണ എലമെന്റ്, അതായത് ആ EDM എലമെന്റ് ശരിക്കും ഇതിനകത്ത് കുറവാണ്. ഞാനും അങ്ങനത്തെ ടൈപ്പ് ഓഫ് കാര്യമല്ല, എനിക്ക് പക്ക EDM ഉള്ളതിനെ കാട്ടി പ്രിഫർ ചെയ്യുന്ന ഇങ്ങനത്തെ സോങ്സ് ആട്ടോ. പക്ക ശരിക്കും എൻജോയ് സോങ് ആട്ടോ. നമുക്ക് ബാക്കിയാണ് ഇച്ചിരി കൂടെ ഉള്ളത്, എന്തായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. So guys, അതായിരുന്നു നമ്മുടെ ബ്ലാക്ക് പിങ്കിന്റെ ആസ് ഇഫ് ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് മ്യൂസിക്കിന്റെ റിയാക്ഷൻ. പൊളിയായിരുന്നു, പൊളി ട്രാക്ക് ആയിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നൈസ് ട്രാക്ക് ആയിരുന്നു. ഞാൻ ഈ പാട്ട് ഞാൻ എപ്പോഴും കാണും, കാരണം ഞാൻ ബ്ലാക്ക് പിങ്ക് സോങ്സ് കേൾക്കാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ ഈ സോങ് കേൾക്കത്തില്ല, കാരണം എനിക്ക് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വട്ടം കേട്ടിട്ട് ചെയ്യാൻ എനിക്ക് തോന്നത്തില്ല, അതുകൊണ്ട് ഞാൻ മാക്സിമം കേൾക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേട്ടപ്പോൾ നൈസ് ആയിരുന്നു, എനിക്ക് റിലീഫ് പോലാണ്. പക്ഷേ പക്ക സോങ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. 1 billion വ്യൂസ് ഫോർ നോ റീസൺ അല്ലല്ലോ എങ്ങനെ പോയാലും. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിനും വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് പിങ്ക് ഇപ്പം ഓൾമോസ്റ്റ് 64 million സബ്ബായി തോന്നുന്നു നമുക്ക് യൂട്യൂബിൽ. ഓൾമോസ്റ്റ് ജസ്റ്റിൻ ബീബറെ ഡിത്രോൺ ചെയ്യാനുള്ള സെറ്റപ്പിലുണ്ട്. കാരണം അപ്പം അങ്ങനെയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആ ഒരു ഇത് മ്യൂസിക് വൈസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വൈസ് നേരെ ബ്ലാക്ക് പിങ്കിന് പോകും. അത് ജസ്റ്റ് ഒരു ചെറിയൊരു ക്രെഡിറ്റ് അല്ല, അതായത് ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ഇൻഡസ്ട്രി കിടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. ഇത് K-pop ഇൻഡസ്ട്രിന്ന് ഒരു ചെറിയൊരു 4 ഗേൾസ് ഉള്ള ഒരു ബാൻഡ്, ഇപ്പം ചെറുതല്ല, ഞാൻ അറ്റ് ടൈം ആണെങ്കിൽ ചെറിയൊരു ബാൻഡ് വന്നിട്ട് ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ട് മ്യൂസിക് ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അത് വേറെ ലെവലാട്ടോ, പറയാതിരിക്കാൻ മേല. സോ അതായിരുന്നു നമ്മുടെ ചെറിയ റിയാക്ഷൻ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടിൽ വെച്ച് എനിക്ക് ചെറിയ എന്താ പറയുക, ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഒരു 2012, 13, 14 ഇപ്പോഴത്തെ മ്യൂസിക് ട്രെൻഡ് മാറി. പക്ഷെ ആ സമയത്ത് ട്രെൻഡ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ട്വൽവ് സ്വിഫ്റ്റിന്റെ പാട്ട് അല്ലെങ്കിൽ ഒരു കാലർ ജെപ്സൺ, അങ്ങനത്തെ ഒരു ടൈപ്പ് മ്യൂസിക്കാണ് ഈ. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക്കാണ്. സോ ശരിക്കും എൻജോയ് ചെയ്തു, നിങ്ങളും ശരിക്കും എൻജോയ് വിശ്വസിക്കുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഏതാണ്ട് 70% ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ എന്താ പറ്റിയത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്ക് ഇനി ഫർദർ വീഡിയോന്റെ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. സോ that's all for today. See you guys next time. Until then, I got my peaches out in Georgia. Oh yeah, shit. I get my weed from California. That's that shit. I took my chick